ഇമിഗ്രൻ്റ് ആയിട്ട് യു കെയിലേക്ക് വന്ന് ഇവിടെ ജീവിക്കുന്നതിനേക്കാളും വലിയ പാടാണ് കുറച്ച് നാളൊക്കെ ഇവിടെ ജീവിച്ചു കഴിഞ്ഞിട്ട് പിന്നെ തിരിച്ച് നാട്ടിലോട്ട് പോയി ജീവിക്കാന്ന് പറയുന്നത്. ഇത് എനിക്ക് മാത്രം തോന്നിയ കാര്യമാണോ എന്ന് അറിയത്തില്ല കേട്ടോ. കഴിഞ്ഞ ദിവസം ഒരു ന്യൂസ് ഇങ്ങനെ കണ്ണിപ്പെട്ടായിരുന്നേ. 74,000-ഓളം ആളുകളാണ് ഇനി യു കെ വിട്ട് പുറത്ത് പോകാൻ നിൽക്കുന്നത്, അതായത് തിരിച്ച് ഇന്ത്യയിലോട്ട് പോകാൻ നിൽക്കുന്നതെന്ന് പറഞ്ഞു. അപ്പൊ അതൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കിക്കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഇനി പോകാനിരിക്കുന്നവരുടെ കണക്കല്ല അത്. കഴിഞ്ഞ ജൂൺ മെയ് മാസങ്ങളിലൊക്കെ ആയിട്ട് യു കെന്ന് ഇന്ത്യയിലേക്ക് തിരിച്ചു പോയവരുടെ കണക്കാണ് ഈ 74,000 എന്ന് പറയുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ ഡിസംബറിലും ജനുവരിയിലും ഒക്കെ ആയിട്ട് ഇതിലും വലിയൊരു എമൗണ്ട് ഓഫ് ആളുകളായിരിക്കും തിരിച്ചു പോവാൻ നിൽക്കുന്നതെന്ന്. അതിന്റെ കാരണം വേറൊന്നുമല്ല, ഞാനൊക്കെ യു കെയിലേക്ക് വന്നത് 2022 ഇൻടേക്കിന്റെ ടൈമിലാണ്. ആ സമയത്ത് എല്ലാവരും പറയണ്ടായിരുന്നു യു കെയിലേക്ക് ഏറ്റവും കൂടുതൽ സ്റ്റുഡൻസ് വന്നൊരു ഇൻടേക്ക് അതാന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ അതാണ് യു കെയിൽ ഏറ്റവും കൂടുതൽ സ്റ്റുഡൻസ് വന്നൊരു ഇൻടേക്ക് എങ്കിൽ ഏറ്റവും കൂടുതൽ സ്റ്റുഡൻസ് യു കെ വിട്ട് പോകാൻ പോകുന്ന ഒരു ടൈമും ഇത് തന്നെയായിരിക്കും. കാരണം ആ ടൈമിൽ വന്ന ആളുകളുടെ എല്ലാം PSW ഒക്കെ എൻഡ് ആവുന്ന ഒരു ടൈമാണ് ഈ ഡിസംബർ ജനുവരി എന്നൊക്കെ പറയുന്നത്. അങ്ങനെ ഒരു സിറ്റുവേഷനിൽ കൂടെയുണ്ടോ നമ്മളിപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം നമുക്ക് തന്നെ അറിയാം, നമ്മുടെ ക്ലോസ് സർക്കിളൊക്കെ നോക്കിക്കഴിയുമ്പോൾ അതിൽ പലരും വോളണ്ടറി ആയിട്ട് ഇവിടെ മടുത്തെന്ന് പറഞ്ഞ് തിരിച്ച് നാട്ടിലോട്ട് പോകാനിരിക്കുന്നവരുണ്ടാവും. ഇല്ലെങ്കിൽ പല വഴികളും ട്രൈ ചെയ്ത് നോക്കിയിട്ട് വേറെ ഒരു നിവർത്തിയില്ലാതെ ഇവിടെ നിൽക്കാൻ ഒരു ഓപ്ഷനും കിട്ടാത്ത കാരണം കൊണ്ട് തിരിച്ചു പോകുന്നവരുണ്ടാവും. ഇങ്ങനെ പല ടൈപ്പ് ഓഫ് ആൾക്കാർ നമ്മുടെ ചുറ്റും തന്നെ ഉണ്ട്. ഒരു പോയിന്റിൽ നിന്ന് ചിന്തിച്ചു കഴിയുമ്പോൾ നമ്മളിപ്പോൾ ഇവിടേക്ക് ഒരു ഗ്രൂപ്പായിട്ടൊക്കെ വന്നു, ആ ഗ്രൂപ്പിൽ നിന്ന് ഇങ്ങനെ പലരും കൊഴിഞ്ഞു പൊക്കോണ്ടിരിക്കുകയാണ്. ഇങ്ങനെ പലരും തിരിച്ചു പോകുന്ന കണ്ടു കഴിയുമ്പോൾ നമ്മുടെ ഉള്ളിലും ഒരു ഡിബേറ്റ് നടക്കണ്ടായിരിക്കും അല്ലേ. ഇനി ഇവിടെ നിന്ന് കഴിഞ്ഞാൽ എങ്ങനെയാ കാര്യങ്ങള്, എന്തിനു വേണ്ടിയിട്ടാണ് ഇവിടെ ഇത്രയും കഷ്ടപ്പെട്ട് നിൽക്കുന്നതെന്നും ഇനി തിരിച്ച് നാട്ടിലോട്ട് പോയി കഴിഞ്ഞാൽ എന്താ ഇനി ചെയ്യാന്നുള്ളതും എനിക്ക് എപ്പോഴും കടന്നു പോകുന്നൊരു തോട്ടാണ് കേട്ടോ അത്. ഇവിടെ ഇനി മുന്നോട്ട് ഇനി എന്താണ്, ഇനി നെക്സ്റ്റ് എന്താണ് എന്നൊരു ചോദ്യം എപ്പോഴും ഇങ്ങനെ ഉള്ളിൽ ഇങ്ങനെ കിടക്കും. അതുപോലെ തന്നെ ഇനി തിരിച്ച് നാട്ടിലോട്ട് പോയി കഴിഞ്ഞാൽ എന്താ ചെയ്യാന്നുള്ളതിനെ കുറിച്ചും ഒരു തോട്ട് ഇങ്ങനെ കിടക്കും. രണ്ടിനും പോസിറ്റീവും ഉണ്ട് നെഗറ്റീവും ഉണ്ട്. ഇപ്പോൾ ഇവിടെ നിന്ന് പോവുക എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ തിരിച്ച് നാട്ടിലോട്ട് പോവാന്ന് പറയുന്നത് ഒരു പരിധി വരെ ചിന്തിക്കുമ്പോൾ സന്തോഷമുള്ളൊരു കാര്യമാണ്. നമ്മുടെ ഫാമിലിയുടെ അടുത്തേക്ക് നമുക്ക് തിരിച്ചു പോവാം, എല്ലാം നമുക്ക് പരിചയമുള്ള ആൾക്കാർ, നമ്മുടെ കൾച്ചർ, നമുക്ക് ശീലമുള്ള കാര്യങ്ങളാണ് എല്ലാം. നമുക്ക് അവിടേക്ക് തിരിച്ചു പോവാം. കുറേയൊക്കെ കഷ്ടപ്പെടേണ്ടി വന്നാലും പെട്ടെന്ന് തന്നെ നമുക്ക് അതിനകത്തേക്ക് ഒന്ന് എഴുതി ചേർന്നൊന്ന് സ്വിച്ച് ചെയ്യാനായിട്ട് പറ്റും എന്ന് തോന്നും. വേറൊരു മൈൻഡിൽ ചിന്തിക്കുമ്പോൾ ഇവിടെ നിന്ന് ഇനി തിരിച്ച് നാട്ടിലോട്ട് പോവുക എന്ന് ചിന്തിക്കുന്നത് ഒരു വലിയ പേടിയായിട്ട് തോന്നും. അപ്പോൾ എൻ്റെ കുറച്ച് തോട്ടുകൾ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. നിങ്ങളുടെ മൈൻഡിൽ ഇതൊക്കെയാണോ പോണേന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്യുക കേട്ടോ. ഒരു 2021, 22, 23 കാലഘട്ടങ്ങളിലൊക്കെ ഒരു ട്രെൻഡായിരുന്നു ഇന്ത്യയിൽ നിന്ന് യു കെയിലേക്ക് ഒരു സ്റ്റുഡൻ്റ് ആയിട്ട് വരിക എന്നുള്ളത്. ഇപ്പം നമ്മൾ നമ്മുടെ തൊട്ടടുത്തുള്ള കുറച്ച് വീടുകൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു 10 വീട് എടുത്തു കഴിഞ്ഞാൽ അതിലൊരു 4-5 വീട്ടിലുള്ളവർ എന്തായാലും യു കെയിലോ കാനഡയിലോ ഒക്കെ ആയിരിക്കും. ആ സമയത്തൊക്കെ നമ്മൾ ഏജൻസികളിലൊക്കെ അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടിക്കൊണ്ടിരുന്ന ഏറ്റവും വലിയൊരു വാഗ്ദാനം എന്ന് പറയുന്നത് യു കെയിൽ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ പഠിക്കുന്ന ഒപ്പം തന്നെ പാർട്ട് ടൈം ജോലി ചെയ്യാം, ജോലി പഠിച്ചു കഴിഞ്ഞ് ഇറങ്ങിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ നിങ്ങൾ പഠിച്ച ഫീൽഡിൽ ജോലി കിട്ടും, ജോലി കിട്ടിക്കഴിഞ്ഞാൽ 5 വർഷം ജോലിയൊക്കെ ചെയ്ത് നിന്ന് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് PR കിട്ടും. ഇനി നിങ്ങൾക്ക് പഠിച്ച ഫീൽഡിൽ തന്നെ ജോലി കിട്ടിയില്ലെങ്കിൽ എന്താ കുഴപ്പം, എങ്ങനെ പോയാലും ഇഷ്ടംപോലെ കെയർ ഹോമുകളുണ്ട്, എവിടെയെങ്കിലും നിങ്ങൾക്ക് ഈസി ആയിട്ട് കയറാൻ പറ്റും, നിങ്ങൾക്ക് അവിടെ നിന്ന് സ്പോൺസർഷിപ്പ് കിട്ടും, അങ്ങനെ സെറ്റിൽ ആവാം. അങ്ങനെയുള്ള കുറേ വാഗ്ദാനങ്ങൾ കേട്ടല്ലേ നമ്മൾ പലരും യു കെയിലേക്ക് കയറി വന്നത്. പക്ഷെ ഇവിടെ എത്തിക്കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി റിയാലിറ്റി എന്ന് പറയുന്നത് ഇതിൽ നിന്നൊക്കെ ഒത്തിരി ഡിഫറെൻ്റ് ആണെന്നുള്ളത്. പഠിച്ച ഫീൽഡിൽ ഒരു ജോലി കിട്ടുക എന്ന് പറയുന്നത് യു കെ പോലൊരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു ടാസ്ക് ആണ്. നമ്മൾ നമ്മുടെ സ്കില്ല് ഡെവലപ്പ് ചെയ്ത് നമ്മൾ അത്രത്തോളം ഹാർഡ് വർക്ക് ചെയ്താൽ മാത്രമാണ് നമ്മൾ പഠിച്ചിറങ്ങി കഴിയുമ്പോൾ നമ്മൾ പഠിച്ച അതേ ഫീൽഡിൽ തന്നെ ഒരു ജോലി കിട്ടുക എന്നൊക്കെ ഉള്ളത്. ആ ജോലിക്ക് ഒരു സ്പോൺസർഷിപ്പ് കിട്ടി നമുക്ക് ഒരു 5 വർഷത്തേക്കൊക്കെ വിസ കിട്ടുക എന്ന് പറയുന്നത് അതിലും വലിയൊരു ടാസ്ക് ആണ്. പിന്നെ ഉണ്ടായിരുന്ന ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് കെയർ ഹോം വിസയൊക്കെയാണ്. ഒരു 2 വർഷം മുന്നേ തന്നെ അതിൻ്റെ കാര്യത്തിലൊക്കെ ഏറെക്കുറെ ഒരു തീരുമാനമായി. പിന്നെ ഡിപ്പെൻഡൻറ്റും കൂടെ അലോ ചെയ്യാൻ പറ്റില്ല എന്ന് വന്നു കഴിഞ്ഞപ്പോൾ പലർക്കും ആ ഒരു ഓപ്ഷൻ എടുക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്കും വന്നു. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മനക്കോട്ടെ കെട്ടിക്കൊണ്ട് വന്ന അല്ലെങ്കിൽ നമ്മൾ സ്വപ്നം കണ്ടുകൊണ്ട് വന്ന കാര്യങ്ങളും ഇവിടെ വന്ന് നടന്ന കാര്യങ്ങളും തമ്മിൽ ആനയും ഉറുമ്പും തമ്മിലുള്ള വ്യത്യാസം ഉണ്ടായിരുന്നു. ആ ഒരു കണ്ടീഷനിൽ കൂടെയൊക്കെയാണ് ഇപ്പം നമ്മൾ പൊക്കോണ്ടിരിക്കുന്നത്.
അതിൻ്റെ കൂടെയാണ് ഇങ്ങനെ നമ്മുടെ ഇമ്മീഡിയറ്റ് സർക്കിളിലുള്ള പലരും തിരിച്ചു പോകുന്ന സിറ്റുവേഷനും കൂടെ നമ്മൾ കാണേണ്ടി വരുന്നത്. ഇവിടെ നിന്ന് സ്വന്തം ഇഷ്ടത്തിന് നാട്ടിലേക്ക് തിരിച്ചു പോയവരുമുണ്ട്, ഫോഴ്സ്ഫുള്ളി തിരിച്ചു പോകേണ്ടി വരുന്നവരുമുണ്ട്. അങ്ങനെ സ്വന്തം ഇഷ്ടത്തിന് തിരിച്ചു പോകേണ്ടി വന്ന പലരും പഠിച്ച ഫീൽഡിൽ തന്നെ ഒരു ജോബ് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ട് വന്നതുകൊണ്ടും അല്ലെങ്കിൽ കിട്ടാതെ വന്നതുകൊണ്ടും ഓക്കെ അങ്ങനെയാണെങ്കിൽ പിന്നെ നാട്ടിൽ പോയിട്ട് ജോലി ചെയ്യാലോ അല്ലെങ്കിൽ എന്തെങ്കിലും ബിസിനസ് ചെയ്യാലോ എന്നൊക്കെയുള്ളൊരു മൈൻഡ് സെറ്റിൽ തിരിച്ചു പോയവരാണ്. പക്ഷെ ഫോഴ്സ്ഫുള്ളി തിരിച്ചു പോകേണ്ടി വരുന്നവർ പലരും ഇവിടുത്തെ നിയമങ്ങൾ കർശനമായ കാരണങ്ങൾ കൊണ്ട് എത്ര ശ്രമിച്ചിട്ട് ഒരു വിസയിലേക്ക് എത്താനോ ഒരു സ്പോൺസർഷിപ്പിലേക്ക് എത്താനോ പറ്റാതെ വന്നതുകൊണ്ടും അല്ലെങ്കിൽ കെയർ ഹോം വിസ പോലെയുള്ള എല്ലാ ഓപ്ഷനുകളും നോക്കി അതൊന്നും നടക്കാതെ വന്നവരുമാണ്. ഇനി നമ്മൾ പഠിച്ച ഫീൽഡിൽ തന്നെ നമുക്കൊരു വിസ കിട്ടിക്കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? നമ്മൾ ഒരു 5 വർഷത്തേക്ക് നമുക്കൊരു സ്പോൺസർഷിപ്പ് കിട്ടിയെങ്കിൽ ഏതാണ്ട് ഒരു 6 ലക്ഷം രൂപയുടെ അടുത്ത് ചിലവുണ്ട് നമുക്ക് ആ വിസയുടെ പ്രോസസ്സും കാര്യങ്ങൾക്കും എല്ലാം വേണ്ടിയിട്ട്. അതായത് വിസ ഫീ, IHS ഫീ എല്ലാം ആയിട്ട് ഒരാൾക്ക് ഒരു 6 ലക്ഷം രൂപയുടെ അടുത്ത് ചിലവുണ്ട്. അപ്പോൾ ഡിപ്പെൻഡൻറ്റും കുട്ടികളും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ വൈഫും കുട്ടികളും എല്ലാം ഇവിടെ തന്നെ ഉള്ളവരാണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കുക. ഒരാൾക്ക് 6 ലക്ഷം രൂപ വെച്ച് വരുമ്പോൾ ആ ഒരു ഫാമിലിയുടെ 1-2 വർഷത്തെ സേവിങ്സ് ആയിരിക്കും നമ്മൾ ഈ വിസയ്ക്ക് വേണ്ടിയിട്ട് കൊടുക്കുന്നത്. അങ്ങനെ നോക്കിക്കഴിയുമ്പോൾ ഇപ്പോൾ ഒരു 5 വർഷത്തേക്കൊക്കെ വിസ കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ആദ്യത്തെ 1-2 വർഷത്തെ സേവിങ്സ് എടുത്ത് വിസ ഫീയും കാര്യങ്ങൾക്കും കൊടുക്കുക. പിന്നെയും ഇപ്പോഴത്തെ റൂളൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ അടുത്ത 5 വർഷത്തേക്ക് പിന്നെയും വർക്ക് വിസ എടുക്കണം എന്നുണ്ടെങ്കിൽ പിന്നെയും പൈസ ഉണ്ടാക്കുക, വിസ ഫീക്ക് വേണ്ടിയിട്ട് കൊടുക്കുക. ഇങ്ങനെ ഒരു ലൂപ്പിൽ കിടന്ന് നമ്മൾ കറങ്ങി തിരിയേണ്ടി വരും. ആ ഒരു അവസ്ഥയെക്കുറിച്ച് ചിന്തിച്ചു കഴിയുമ്പോഴും എന്തിനാ വെറുതെ ഇവിടെ ഇത്രയും എഫേർട്ട് എടുത്ത് നമ്മൾ ജോലി എടുത്ത് പൈസ ഉണ്ടാക്കുന്നു, അത് ഗവൺമെന്റിലേക്ക് ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുന്നത്? ആ സ്ഥാനത്ത് സ്വന്തം നാട്ടിൽ പോയിട്ട് അവിടെ എന്തെങ്കിലും ജോലി ചെയ്തുകൂടെ എന്ന് ചില സമയത്ത് നമുക്ക് തോന്നും കേട്ടോ. അതുപോലെ നാടും വീടും എല്ലാം വിട്ട് നമ്മളിങ്ങനെ പുറത്തൊരു രാജ്യത്ത് വന്ന് താമസിക്കുമ്പോൾ അതിൻ്റെ ഒരു ഗുണം നമുക്ക് ഫിനാൻഷ്യൽ സൈഡിൽ നിന്ന് കിട്ടണം എന്ന് നമ്മൾ പലപ്പോഴും ആഗ്രഹിക്കില്ല. ഇപ്പം പണ്ടൊക്കെ ആണെങ്കിൽ ഓർക്കുണ്ടോ, നമ്മുടെ ഇമ്മീഡിയറ്റ് സർക്കിളിലോ അല്ലെങ്കിൽ നമ്മുടെ തൊട്ടടുത്തൊക്കെ ആരെങ്കിലും ഒക്കെ പുറത്തേക്ക് പോവാണ്, UK കാനഡയൊക്കെ പോവാണെന്ന് പറയുമ്പോൾ ആദ്യം മൈൻഡിലേക്ക് വരുന്ന കാര്യം എന്താ? ഓക്കെ, ഫിനാൻഷ്യൽ വൈസ് അവരുടെ ലൈഫിന് സെറ്റിൽ ആവും, അല്ലെങ്കിൽ കരിയർ വൈസ് ഒക്കെ ഇനി അങ്ങോട്ട് സെറ്റിൽ ആവും, അവരിനെ എന്തായാലും അവിടെ തന്നെ സെറ്റിൽ ആവും, അങ്ങനെയൊക്കെ ഒരു ടോക്കൊക്കെ കേട്ടിട്ടില്ലേ? പക്ഷെ ഇപ്പോഴത്തെ അതൊന്നും അല്ല അവസ്ഥ. ഒന്ന് ഫിനാൻഷ്യലി നമ്മളൊന്ന് സെറ്റായി വരണം എന്നുണ്ടെങ്കിൽ അതുപോലെ നമ്മൾ സ്ട്രഗിൾ ചെയ്തേ പറ്റുള്ളൂ. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ സ്റ്റുഡൻ്റ് ആയിട്ടൊക്കെയാണ് നമ്മൾ നാട്ടിൽ നിന്ന് UK യിലേക്കൊക്കെ വരുന്നതെന്നുണ്ടെങ്കിൽ മീൻസ് നമ്മുടെ സ്വന്തം കാശിനൊക്കെയാണ് വരുന്നതെങ്കിൽ നമുക്ക് അത്രയും പ്രശ്നം വരില്ല. അതിന് പകരം ഒരു ലോണൊക്കെ എടുത്താൽ വരുന്നതെന്നുണ്ടെങ്കിൽ ലിറ്ററലി പറഞ്ഞാൽ നമ്മൾ ഇവിടെ വന്നു നിന്നു, ജോലി ചെയ്തു, ലോൺ തിരിച്ചടച്ചു, തിരിച്ചു പോയി, ആ ഒരു കണ്ടീഷനിലേക്കാണ് വരിക. അവിടെ നമുക്ക് ഫിനാൻഷ്യൽ വൈസ് ഒരു ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവുന്നുണ്ടോ എന്നുള്ളത് ഡിപ്പെൻസ് ആണ്. ഓരോരുത്തരും വർക്ക് ചെയ്യുന്നവരുടെയും അവരവരുടെ ഫിനാൻഷ്യൽ കണ്ടീഷൻ എല്ലാം പോലെ ഇരിക്കും. എന്നാലും എത്രമാത്രം അവിടെ മെച്ചം വരുന്നുണ്ടെന്നുള്ളൊരു കാര്യം എപ്പോഴും ഒരു ക്വസ്റ്റ്യൻ മാർക്കാണ് കേട്ടോ. ഇങ്ങനെയൊക്കെ പല തോട്ടുകൾ വരുമ്പോഴാണ് എന്തിനാ ഇവിടെ ഇങ്ങനെ നിൽക്കുന്നേ, നമുക്ക് തിരിച്ച് നാട്ടിൽ പൊക്കൂടെ എന്നൊരു കാര്യം മൈൻഡിലേക്ക് വരുന്നത്. അതാണ് ഒരു വശം. പക്ഷെ തിരിച്ച് നാട്ടിൽ പോവുക എന്ന് പറയുന്നത് അത്ര ഈസി ആയിട്ടുള്ളൊരു കാര്യമാണോ? ഈ ഒരു എന്താ പറയുന്നേ, അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഒരു സംവാദത്തിലാണ് നമ്മുടെ മനസ്സ് എപ്പോഴും ഇങ്ങനെ പൊക്കോണ്ടിരിക്കുന്നത്. തിരിച്ചു പോയി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? നമ്മുടെ ലൈഫിന്റെ ഏറ്റവും ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു പോയിന്റിൽ വെച്ചിട്ടായിരിക്കും ഇങ്ങനെ പുറത്തേക്ക് എവിടേക്കെങ്കിലും പോകാം എന്നൊരു ഡിസിഷൻ എടുക്കുന്നത്. ഇപ്പോൾ ഒരു 24-ാമത്തെ വയസ്സിലോ 25-ാമത്തെ വയസ്സിലോ ഒക്കെ ആയിരിക്കും പുറത്തു പോകാനൊരു ടൈം എടുക്കുന്നത്. ആ ഏജിനൊരു വലിയ ഇമ്പോർട്ടൻസ് ഉണ്ട്. നമ്മൾ നമ്മുടെ കരിയർ ഒന്ന് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരുന്ന, അല്ലെങ്കിൽ നമ്മളൊന്ന് സെറ്റായി വരുന്ന ഒരു ഏജ് ആയിരിക്കും അത്. ആ ഒരു ടൈമിൽ പുറത്തൊരു രാജ്യത്തേക്ക് വന്ന്, ഇപ്പം എൻ്റെയൊക്കെ കാര്യം പറയുകയാണെങ്കിൽ ആ ഒരു പ്രായത്തിൽ ഇങ്ങോട്ടേക്ക് വന്നു, നമ്മൾ പിന്നെ നമ്മുടെ ബേസ് ഉണ്ടാക്കിയെടുത്തത് ഫുള്ള് ഇവിടെയാണ്. ഇവിടെ പഠിത്തം കഴിഞ്ഞു, ആ ഫീൽഡിൽ തന്നെ എങ്ങനെയെങ്കിലും ഒരു കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ഇന്റർവ്യൂസ് ഒക്കെ അറ്റൻഡ് ചെയ്ത് ഒരു ജോലിയൊക്കെ സെറ്റ് ചെയ്ത് അവിടെ നിന്ന് ഒരു അടുത്ത സ്റ്റെപ്പ് എടുത്ത് അങ്ങനെ നമ്മൾ ബിൽഡ് ചെയ്തുകൊണ്ട് വന്നിരിക്കുന്നത് ഫുള്ള് ഇവിടെയാണ്. ആ ഒരു പോയിന്റിൽ നിന്ന് തിരിച്ച് നാട്ടിലോട്ട് പോവാന്ന് പറയുന്നത് നമ്മൾ അത്രയും നാളെടുത്ത ആ ഒരു സ്ട്രഗിൾ ഫുള്ളാണ് നമ്മളിവിടെ ഉപേക്ഷിച്ചിട്ട് പോകുന്നത്. അതെല്ലാം ഇവിടെ വിട്ടിട്ട് തിരിച്ച് നാട്ടിൽ പോയി എവിടെ നിന്നാണോ ഞാൻ നിർത്തിയിരുന്നത് ആ ഒരു പോയിന്റിൽ നിന്ന് പിന്നെ സ്റ്റാർട്ട് ചെയ്യേണ്ടി വരും. അതത്ര ഈസി ആയിട്ടുള്ളൊരു കാര്യമല്ല. കാരണം ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ PSC എക്സാമുകൾ ഫോക്കസ് ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ് ഞാൻ നാട്ടിലെങ്കിൽ അതിനെ ഒരു പാതി വഴിയിൽ വിട്ടിട്ടായിരിക്കുമല്ലോ പുറത്തോട്ട് വരിക.
പിന്നെ ഞാൻ തിരിച്ചു ചെന്ന് കഴിയുമ്പോൾ എൻ്റെ ഏജ് അതിനെ സപ്പോർട്ട് ചെയ്യണമെന്നില്ല. അത്രയും നാള് ഞാൻ വരുത്തിയ ആ ഒരു ഗ്യാപ്പ് അതിനെ സപ്പോർട്ട് ചെയ്യണമെന്നില്ല. അത് ഞാനൊരു എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞതാ. അങ്ങനെ ആ ഒരു തിരിച്ച് ചെന്നിട്ട് പിന്നെ അവിടെ ഒരു റീസ്റ്റാർട്ട് എന്ന് പറയുന്നത് ഒരു വലിയ സ്ട്രഗിളാണ്. അപ്പം ഞങ്ങൾ തമ്മിൽ പലപ്പോഴും പറയാറുണ്ട്, ഓക്കെ ഇത്രയും ഇവിടെ പ്രശ്നങ്ങളാണെങ്കിൽ നമുക്ക് എന്തുകൊണ്ട് വേറൊരു കൺട്രി നോക്കിക്കൂടാ, വേറൊരു സ്ഥലത്തേക്ക് പോകാനായിട്ട് നോക്കിക്കൂടാന്ന്. അപ്പോഴും എൻ്റെ മൈൻഡ് എന്നെ പുറകോട്ട് വലിക്കുന്ന ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ എടുത്ത ആ ഒരു സ്ട്രഗിള് അതിനി വേറൊരു രാജ്യത്ത് എന്നാലും നമ്മൾ സീറോയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യേണ്ട വരും. അത് ആലോചിക്കുമ്പോഴാണ് ആ ഒരു പ്ലാൻ നമ്മൾ പലപ്പോഴും ഡ്രോപ്പ് ചെയ്യുന്നത്. ഇപ്പൊ തിരിച്ചു പോകേണ്ടി ഇപ്പോൾ ഞാനിങ്ങനെ പറയുമ്പോഴാണെങ്കിലും ഞാൻ ആ ഒരു കമന്റ് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്, എന്തിനാ ഇത്ര കഷ്ടപ്പെട്ട് അവിടെ നിൽക്കുന്നത്, തിരിച്ചു വന്നൂടെ, തിരിച്ച് ഇന്ത്യയിൽ വന്ന് ജീവിക്കുക, ആ ഒരു കമന്റ് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. പക്ഷെ അവിടെ നമ്മൾ ഫേസ് ചെയ്യേണ്ട വരുന്ന ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ടാണത്. നമ്മൾ നിർത്തിയ പോയിന്റിലേക്ക് തന്നെ തിരിച്ചു ചെന്ന് പിന്നെ അവിടെ നിന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കൊണ്ടുവരിക എന്ന് പറയുമ്പോൾ ഈസി ആയിട്ടുള്ളൊരു കാര്യമായിരിക്കും. പക്ഷെ പ്രാക്ടിക്കലായിട്ട് ചിന്തിച്ചു കഴിയുമ്പോൾ അവിടെ പല പല പ്രശ്നങ്ങളുണ്ട്. അതുപോലെ തന്നെ വേറൊരു പ്രശ്നമാണ് ഈ സാലറി വൈസ് ഒരു ഡിഫറൻസ്. ഓക്കെ, നമുക്ക് ഒരിക്കലും ഇവിടുത്തെ സാലറിയും നാട്ടിലെ സാലറിയും തമ്മിൽ കമ്പയർ ചെയ്യാനായിട്ട് പറ്റത്തില്ല. കാരണം ഇവിടെ സാലറി കിട്ടുന്നുണ്ടെങ്കിൽ അതിൻ്റെതായ എക്സ്പെൻസുകൾ ഇവിടെ ഉണ്ട്. നാട്ടിൽ കിട്ടുമ്പോൾ നാട്ടിൽ ഇവിടുത്തെ മീൻസ് നമ്മൾ ആ ഒരു കമ്പാരിസണിൽ നോക്കിക്കഴിയുമ്പോൾ അത്രയും വലിയൊരു എക്സ്പെൻസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ എക്സ്പെൻസ് ഇല്ല. നമുക്ക് ആ ഒരു സാലറിയിൽ നിന്ന് പോകാൻ പറ്റുന്ന എക്സ്പെൻസ് ആണ് നമുക്ക് നാട്ടിലുള്ളൂ. അങ്ങനെ നമുക്ക് ഒരിക്കലും സാലറി വൈസ് കമ്പയർ ചെയ്യാൻ പറ്റില്ലെങ്കിൽ പോലും ഇവിടെ നിന്ന് നമ്മൾ ഏൺ ചെയ്യുമ്പോൾ നമുക്ക് ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ നമുക്ക് നമ്മുടെ ഫാമിലിയെ ബാക്കപ്പ് ചെയ്യാൻ പറ്റുന്ന ആ അത്രത്തോളം ചിലപ്പോൾ നമുക്ക് നാട്ടിലൊരു ജോലി എടുത്ത് അവരെ ബാക്കപ്പ് ചെയ്യാൻ പറ്റണമെന്നില്ല. അതായത് ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ ഞാൻ എൻ്റെ ഫാമിലിയെ സപ്പോർട്ട് ചെയ്യുന്ന അത്രയും എനിക്ക് ചിലപ്പോൾ ഫിനാൻഷ്യൽ വൈസ് നാട്ടിൽ നിന്ന് ചെയ്യാൻ പറ്റണമെന്നില്ല. അതൊരു വലിയ ഫാക്ടറാണ്. അതുപോലെ വേറെ ഏറ്റവും കൂടുതൽ ഞാൻ കൺസേൺഡ് ആവുന്ന ഒരു കാര്യം വർക്ക് കൾച്ചറുമായിട്ട് എങ്ങനെ അഡ്ജസ്റ്റ് ആകും എന്നുള്ളതാണ്. അവിടുത്തെ വർക്ക് കൾച്ചർ നിന്ന് ഇവിടേക്ക് വന്നു കഴിയുമ്പോൾ അത് അഡ്ജസ്റ്റ് ആവാൻ എനിക്ക് വളരെ ഈസി ആയിരുന്നു. പക്ഷെ ഇവിടെ നിന്ന് തിരിച്ച് അവിടെ ചെന്ന് കഴിയുമ്പോൾ എങ്ങനെ അഡ്ജസ്റ്റ് ആകും എന്നുള്ളതും ഒരു വലിയ ചോദ്യമാണ് കേട്ടോ. കാരണം ഇവിടെ ഇപ്പം എനിക്ക് രാവിലെ എണീക്കുമ്പോൾ എനിക്കിന്ന് പോകാൻ തോന്നുന്നില്ല, എനിക്ക് ഒട്ടും നന്നായിട്ട് തോന്നണില്ലെന്നുണ്ടെങ്കിൽ ഡയറക്റ്റായിട്ട് വിളിച്ചിട്ട് ഞാൻ ഓക്കെ അല്ല, എനിക്കിന്ന് വരാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അത് അവിടെ തീർന്നു. പക്ഷെ നാട്ടിലാണെങ്കിലോ എന്തൊക്കെ എക്സ്പ്ലനേഷൻ കൊടുക്കേണ്ടി വരും, ആരോടൊക്കെ ഉത്തരം പറയേണ്ടി വരും. പിന്നെ അതുപോലെ ഇവിടുത്തെ ജോബ് ഒരു 8 to 4 ആണെന്നുണ്ടെങ്കിൽ 4 മണി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ആ ജോബുമായിട്ട് വലിയ കണക്ഷനോ മീൻസ് ഞാൻ അവിടുത്തെ സ്ട്രെസ്സും കാര്യങ്ങളും അവിടെ ഉപേക്ഷിച്ചിട്ടാണ് ഞാൻ വീട്ടിലേക്ക് വരുന്നത്. പക്ഷെ നാട്ടിൽ പലപ്പോഴും നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ടൈമിലൊക്കെ ആ ഒരു സ്ട്രെസ് എടുത്തോണ്ടാണ് നമ്മൾ വീട്ടിൽ വരുന്നത്. വീട്ടിൽ വന്നാലും ചിലപ്പോൾ നമ്മുടെ ജോലി തീരാത്ത സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുണ്ട്. ആ ഒരു വർക്ക് കൾച്ചറിലെ ഡിഫറൻസ് അതുമായിട്ട് ഇനി എങ്ങനെ അഡ്ജസ്റ്റ് ആകും എന്നുള്ളത് ഒരു വലിയ കൺസേൺ ആയിട്ടുള്ള കാര്യമാണ്. മീൻസ് ഞാനിപ്പോൾ എന്തിനാ ഇതൊക്കെയെന്ന് പറയണേന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പോയിന്റിൽ എത്തിക്കഴിയുമ്പോൾ ഈ ഇവിടുത്തെ റൂളും കാര്യങ്ങളും എല്ലാം എങ്ങനെയാണെങ്കിൽ തിരിച്ച് നാട്ടിലോട്ട് പോവുക എന്ന് പറയുന്ന ഒരു കാര്യം എപ്പോഴും മുന്നിലുള്ള ഒരു കാര്യം തന്നെയാണ്. പണ്ടത്തെ സ്ഥിതി അല്ലല്ലോ ഇപ്പോൾ. 5 വർഷം കഴിയുമ്പോൾ ഓക്കെ നമുക്ക് PR എടുക്കാം, നമുക്കിവിടെ സെറ്റിൽ ആവാം, ആ ഒരു കൺസെപ്റ്റിൽ ഇനി മുന്നോട്ട് പോകുക എന്ന് പറയുന്നത് ഒരു പരിധി വരെ മണ്ടത്തരമാണ്. അപ്പോൾ എപ്പോഴാണെങ്കിലും ഒരു പോയിന്റിൽ എത്തിക്കഴിയുമ്പോൾ തിരിച്ചു പോകുന്ന എന്നുള്ളൊരു കാര്യം മുന്നിൽ കണ്ട് പ്ലാൻ ചെയ്താണ് ഇനി നമുക്ക് മുന്നോട്ടേക്ക് പോകാനായിട്ട് പറ്റത്തുള്ളൂ. അതുപോലെ ഞാൻ ചിന്തിച്ച് വരുമ്പോൾ എനിക്ക് തോന്നുന്ന ഏറ്റവും വലിയൊരു വേറൊരു നെഗറ്റീവ് ഫാക്ടർ എന്ന് പറയുന്നത് ആ ഒരു ട്രീറ്റ്മെൻറ്റ്. മീൻസ് നമ്മൾ ഒരു NRI ആയതിനു ശേഷം തിരിച്ച് ചെന്ന് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ ട്രീറ്റ്മെൻറ്റ് വരുന്ന വ്യത്യാസം. നിങ്ങൾക്ക് എത്ര പേർക്ക് അത് എക്സ്പീരിയൻസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടെന്ന് എനിക്കറിയത്തില്ല. നമ്മളൊരു NRI കാറ്റഗറിയിൽ നിന്ന് ഒരു സർവീസിന് വേണ്ടിയിട്ട് അപ്രോച്ച് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നതും പണ്ട് നമ്മൾ നോർമൽ രീതിയിൽ നിന്നപ്പോൾ നമുക്ക് കിട്ടുന്നതും തമ്മിലുള്ള ഡിഫറൻസ് ഉണ്ട്. നമ്മൾ ട്രീറ്റ് ചെയ്യുന്ന രീതികൾക്കുള്ള വ്യത്യാസങ്ങളുണ്ട്. അത് നമ്മൾ അപ്പോഴും അവിടെ ഫേസ് ചെയ്യേണ്ടി വരും. അതുപോലെ സൊസൈറ്റിയിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ്, ഞാൻ ഏറ്റവും കൂടുതൽ പേടിക്കുന്ന ഒരു കാര്യം അതാണ്. നമ്മൾ എത്ര പേരോട് ആൻസറബിൾ ആവണം എന്നുള്ളത് ഒരു വലിയ ക്വസ്റ്റ്യനാണ്. ഓക്കെ, എന്തുകൊണ്ട് തിരിച്ചു വന്നു, എന്താ കാരണം, വിസ കിട്ടാത്തതുകൊണ്ടാണോ, അവിടെ പല കമ്പാരിസണും നമ്മൾ കേൾക്കേണ്ടി വരും. ഓക്കെ, അവർ പോയിട്ട് അവർക്ക് കിട്ടിയല്ലോ, നിങ്ങൾക്ക് കിട്ടിയില്ലേ, അങ്ങനെയുള്ള കുറേ ക്വസ്റ്റ്യനും കാര്യങ്ങളും എല്ലാം നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരും. അത് ഏറ്റവും കൂടുതൽ അഫക്റ്റ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ മെൻ്റൽ ഹെൽത്തിനെ തന്നെയല്ലേ. അപ്പം ഇതിനെയൊക്കെ ഫേസ് ചെയ്യാൻ പ്രിപ്പയർ ആയിട്ട് വേണം
നാട്ടിലോട്ടൊരു തിരിച്ചുപോക്കിനെ കുറിച്ച് ആലോചിക്കേണ്ടത്, അല്ലെങ്കിൽ ആലോചിക്കുമ്പോൾ ഇതിനും കൂടെ നമ്മൾ റെഡി ആയിട്ടിരിക്കണം. അപ്പം ഞാൻ പറഞ്ഞു വന്നത് വേറൊന്നുമല്ല, എപ്പോൾ വേണമെങ്കിലും തിരിച്ചു പോകാം എന്നുള്ളൊരു കണ്ടീഷനിൽ കൂടെയാണ് ഇവിടെ വർക്ക് വിസയിൽ നിൽക്കുന്ന എല്ലാവരും തന്നെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഏറ്റവും കൂടുതൽ നമ്മളെ തന്നെ എന്താ പറയുന്നത്, നമ്മളോട് തന്നെ പറയേണ്ട ഒരു കാര്യം, ഒരു ലൂസർ ആയതുകൊണ്ടല്ല നമ്മൾ ഒരിക്കലും തിരിച്ചു പോവേണ്ടി വരുന്നത്. ഇവിടുത്തെ കുറേ സാഹചര്യങ്ങൾ, കുറേ കാര്യങ്ങൾ, ഫാക്ടേഴ്സ് നമുക്ക് നെഗറ്റീവായിട്ട് നിന്നതുകൊണ്ട് മാത്രമാണ്. അല്ലെങ്കിൽ നമ്മുടെ മുമ്പിൽ ചിലപ്പോൾ പല ഓപ്ഷൻസും ഉണ്ടായിരുന്നിരിക്കാം. അതിനേക്കാളും എല്ലാം ചിലപ്പോൾ നമ്മൾ നമ്മുടെ പാഷനെയോ നമ്മുടെ പ്രൊഫഷനെ തന്നെയോ മുറുകെ പിടിക്കുന്നത് കൊണ്ടൊക്കെ ആയിരിക്കാം നമുക്ക് ചിലപ്പോൾ തിരിച്ചു പോകേണ്ടി വരുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ സ്കില്ലിനെ കുറിച്ചും നമ്മളെക്കുറിച്ചും നമുക്ക് തന്നെ ഒരു വിശ്വാസം ഉണ്ടാക്കിയെടുക്കുക, നമ്മളെ തന്നെ അത് പറഞ്ഞു ബോധ്യപ്പെടുത്തുക. നമ്മൾ ഒരിക്കലും ഒരു ലൂസർ ആയതുകൊണ്ടല്ല ഇവിടുന്ന് തിരിച്ചു പോകേണ്ടി വരുന്നത് എന്നുള്ളത് നമ്മുടെ മനസ്സിനെ തന്നെ ഒന്ന് പറഞ്ഞു പഠിപ്പിക്കുക ഫസ്റ്റ്. പിന്നെ ഇങ്ങനെ ഉള്ള കുറേ ക്വസ്റ്റ്യനുകളെല്ലാം അല്ലെങ്കിൽ കുറേ ചലഞ്ചുകളെ ഫേസ് ചെയ്യാൻ വേണ്ടി റെഡി ആയിട്ട് തന്നെയാണ് അങ്ങനെ തന്നെ മുന്നോട്ട് പോവാം. അതുപോലെ തന്നെ ഇവിടെ പോകേണ്ടി വരുന്നവരാണെങ്കിൽ ഇവിടുന്ന് നമ്മളൊന്നും നേടാണ്ടൊന്നും അല്ല എന്തായാലും തിരിച്ചു പോകുക. അറ്റ്ലീസ്റ്റ് നമ്മൾ നമ്മുടെ സ്കില്ലെങ്കിലും ഡെവലപ്പ് ചെയ്തിട്ടുണ്ടാവും, നമ്മുടെ ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ടാവും. അല്ലെങ്കിൽ ഒന്നും നടന്നില്ലെങ്കിലും ഈ ഒരു ലൈഫും ഈ ഒരു കൺട്രി നമ്മൾ എക്സ്പ്ലോർ ചെയ്തിട്ടെങ്കിലും ഉണ്ടാവും. ആ ഒരു എക്സ്പീരിയൻസിൻ്റെ ഒക്കെ ബലത്തിലായിരിക്കും നമ്മൾ തിരിച്ചു പോവുക. അപ്പോൾ അത് നമുക്ക് നന്നായിട്ട് അവിടെ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റിയാൽ നമുക്ക് ഉറപ്പായിട്ടും നല്ലൊരു കരിയർ ഡെവലപ്പ് ചെയ്യാനോ നല്ലൊരു പാത്ത് കണ്ടുപിടിക്കാനോ പറ്റും. അങ്ങനെ പോസിറ്റീവായിട്ട് ചിന്തിച്ച് മുന്നോട്ട് പോവുക. അതുപോലെ തന്നെ ഇവിടെ നിൽക്കുന്നവരാണെങ്കിൽ ഒരു ലോങ് ടൈം പ്ലാനിൽ മുന്നോട്ട് പോവുക. ഇപ്പം ഞങ്ങളിപ്പോൾ ചിന്തിക്കുന്നത് അങ്ങനെയാണ്. ഓക്കെ, ഇതല്ലെങ്കിൽ അടുത്തത് എന്ത് എന്നുള്ള രീതിയിൽ ചിന്തിച്ച് തന്നെ മുന്നോട്ട് പോവുകയാണെങ്കിൽ ചിലപ്പോൾ ഇവിടുത്തെ ഈ റൂളുകളും കാര്യങ്ങളും എല്ലാം മാറുമ്പോൾ നമ്മൾ അതിനെ ഓർത്തി ഒരുപാട് സ്ട്രെസ്ഡ് ആവേണ്ടി വരില്ല. അങ്ങനെയൊക്കെ നമുക്ക് മുന്നോട്ട് പോവാം. അപ്പോൾ എല്ലാം നന്നായിട്ട് വരുമെന്ന് വിശ്വസിക്കാം. ഒരു കാര്യവും ഒന്നിൻ്റെയും അവസാനമല്ല, ചിലപ്പോൾ പലതിൻ്റെയും തുടക്കമായിരിക്കും. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ ബൈ.